8-ാം ദിനമായി ഇന്ന് ധ്യാനിക്കേണ്ടത്. പരിശുദ്ധ അമ്മ സ്നേഹിച്ചത് ഈശോയെയാണെങ്കിൽ ആ ഈശോ കുരിശായിരുന്നു. കുരിശ് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, തകർച്ചകൾ എല്ലാം കൊണ്ടും നിറഞ്ഞിരുന്ന അപമാനകരമായ ജീവിതം, ഇതെല്ലാം കൊണ്ടും നിറഞ്ഞ അതിക്താനുഭവങ്ങളുടെ ആ വലിയ കൂടാരമായിരുന്നു പരിശുദ്ധ അമ്മ. അതാണ് കുരിശ്. നസറായ യേശു ജനിച്ച നാൾ മുതൽ ഗാഗുൽത്താമലയുടെ വിരിമാറിൽ മരണം കാണുന്നിടം വരെ പരിശുദ്ധ അമ്മ അനുധാവനം ചെയ്ത ആ രക്ഷാകര രഹസ്യത്തിൽ, ആ പീഠാസനത്തിന്റെ യാത്രയിൽ ഈശോയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഈശോ സഹിച്ച വേദനയെല്ലാം അമ്മ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. ഒന്നും ആരുടെ മുമ്പിൽ വിളമ്പി വെച്ച് പുലഭ്യം പറഞ്ഞ് നടന്നില്ല. ഇതാണ് രക്ഷകന്റെ അമ്മയുടെ അടയാളം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പാഠമാകണം. നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും കണ്ണീരും സങ്കടങ്ങളും വലിയ തർക്കങ്ങളും വലിയ ദുരന്തങ്ങളും വരുമ്പോൾ പതറാതെ പിടിച്ചു നിൽക്കാനുള്ള ആത്മബലത്തിന്റെ രക്ഷാകര കുരിശാകുന്ന കർത്താവിനെ നോക്കി യാത്ര ചെയ്യാനുള്ള ആ വലിയ ആത്മധൈര്യം നമുക്ക് വേണം. ആ ശക്തി അവോളം ആവാഹിച്ചവളാണ് പരിശുദ്ധ മാതാവ്. കുരിശിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവൾ, ഇരുതല വാളുള്ള വാളിൻ്റെ ശക്തിയോടെയുള്ള മുറിവ് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടും ആരുടെയും മുമ്പിൽ പരിഭവം ഒന്നും പറയുന്നില്ല. ആരുടെയും മുമ്പിൽ പരിഭവം പറയുന്നില്ല. ഇരുതല വാൾ പോലെയുള്ള വാൾ കടന്നു പോയവളാ. അവളുടെ ജീവിതം അതായിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, പല അമ്മമാരും പല ചേട്ടായിമാരും അച്ചായമാരും പറയാറില്ലേ, ജീവിതത്തിൽ ഞാൻ സഹിച്ചതുപോലെ സങ്കടങ്ങൾ ആരും സഹിച്ചിട്ടില്ല അച്ഛാ. ജീവിതത്തിൽ ഞാൻ സഹിച്ചതുപോലെ കണ്ണീര് കുടിച്ചതുപോലെ ആരും കണ്ണീര് കുടിച്ചിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടതുപോലെ ആരും കഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചതുപോലെ ആരും ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം കണ്ടു വളർന്നവനാണ്. ഞാൻ പട്ടിണി കടന്ന് വളർന്നവനാണ്. ഞാൻ ദുരിതം അനുഭവിച്ച് വളർന്നതാണ്. ഞാൻ ബുദ്ധിമുട്ടി ജീവിച്ചതാണ്. ഞാൻ തഴയപ്പെട്ട് പുറത്തെറിയപ്പെട്ട ജീവിതമാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അമ്മ മാതാവ് അതൊരിക്കലും പറയുന്നില്ല. പരിശുദ്ധ കന്യക മറിയം ഈ വിധത്തിൽ ആരുടെയും മുമ്പിൽ ഇത് പറയുന്നില്ല. അവൾ കേൾക്കേണ്ടി വന്ന സഹനം, അവൾ കേൾക്കേണ്ടി വന്ന വളരെ നിന്ദ്യമായ വചസ്സുകൾ ഒന്നും അവൾ ആരോടും പറയുന്നില്ല. ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ദൈവത്തെ നോക്കി, അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 46-ാമത്തെ തിരുവചനം മുതൽ മുന്നോട്ട് വായിക്കുന്ന സ്തോത്രഗീതം പാടി അവൾ ദൈവത്തെ ആരാധിച്ചു. പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആ അമ്മയുടെ ജനനം ലോകത്തെ രക്ഷിക്കാൻ കടന്നു വന്ന കർത്താവ് യേശു മിശിഹായുടെ വരവിന് കാരണമായി തീരുന്നതിന് സ്ത്രീകളിൽ 2ാമത്തെ ഹൗവയായി തിരഞ്ഞെടുക്കപ്പെട്ടവളായി ദൈവം നമുക്ക് നൽകിയ വരദാനമായിരുന്നു. ആ മഹാത്ഭുതമായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ പുണ്യ അനുഭവങ്ങൾ ഓരോന്നും, സുഹൃത ജീവിതത്തിൻ്റെ പരിമളം ഓരോ ദിവസവും മാതാവിൽ ദൈവം നൽകിയ ഓരോ സംഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയുമായിരുന്നു. ഇന്ന് അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് 8-ാം തീയതി, ഈ തിങ്കളാഴ്ച. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം ഇന്ന് ഈ 8 നോമ്പിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമയത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ബലിയർപ്പിച്ച് പരിശുദ്ധ അമ്മയിലൂടെ നമ്മളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഒരു അസുലഭ നിമിഷം കൂടിയാണ് ഈ സന്ധ്യാസമയം. ഇന്നത്തെ പരിശുദ്ധമായ കുർബാനയിൽ
നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇത്ര സുഹൃതപൂർവമാണെന്ന് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയിൽ ഗബ്രിയേൽ ദൂതൻ കൊടുത്ത ദൂത് തുടങ്ങി പിന്നീട് ഓരോ സന്ദർഭവും അമ്മയുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ സംഭാഷണം ദൂതൻ വഴി നൽകുമ്പോൾ അതിനോട് പരിശുദ്ധ അമ്മ പ്രത്യുത്തരിച്ച രീതിയും, തുടർന്ന് തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യമായി ഉയർത്തിക്കാട്ടുന്ന എലിസബത്ത് പുണ്യവതിയുടെ ഭവനത്തിൽ പോയുള്ള ശുശ്രൂഷ ജീവിതവും എല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി പഠിക്കുക കൂടിയായിരുന്നു. ആ അമ്മയുടെ ജീവിതം ഇന്ന് നമ്മൾ കാണുന്നത് ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ എത്തി നിൽക്കുന്ന സംഭവമാണ്. ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ എത്തി നിൽക്കുന്ന പരിശുദ്ധ കന്യക മറിയം കൂടെ മറ്റു ചില സ്ത്രീകളെയും എണ്ണമിട്ട് ഇന്ന് നമ്മെ സുവിശേഷകൻ കാണിച്ചു തരികയാണ്. ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും ഒക്കെ പരിശുദ്ധ അമ്മയോടൊപ്പം കുരിശിൻ ചുവട്ടിൽ എത്തപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മെ ചിന്തിപ്പിക്കേണ്ടത് ഇതാ: യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരി ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽപ്പുണ്ടായിരുന്നു. അവിടം വരെ എത്തിച്ചേരാനുള്ള ദൈവത്തിൻ്റെ കൃപ ലഭിച്ച വ്യക്തിത്വങ്ങളാണ് ഈ 3 സ്ത്രീകൾ. അതിൽ പരിശുദ്ധ കന്യക മറിയമാണ് ഇന്നത്തെ നമ്മുടെ കഥാപാത്രം. പരിശുദ്ധ അമ്മയെ കുരിശിൻ ചുവട്ടിൽ എത്തിക്കുവാൻ സഹായിച്ച പാഠങ്ങളാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത്. കുരിശിൻ്റെ അരികിൽ നിൽക്കുന്ന അമ്മ ആരാണ്? ഈ കുരിശ് നസറനായ യേശു ക്രിസ്തു ലോകത്തിന് ജീവനും തൻ്റെ ജീവൻ സമർപ്പിച്ച ലോകരക്ഷകനായ നസറനായ യേശു ക്രിസ്തു, തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തു കുരിശിൽ ജീവൻ അർപ്പിച്ച് കുരിശ് രക്ഷയുടെ അടയാളമാക്കി നൽകിയ ആ രക്ഷാകര രഹസ്യത്തെ ധ്യാനിക്കുന്ന നിമിഷമാണ്. ആ കുരിശിൻ ചുവട്ടിൽ എത്തിച്ചേരുന്ന അമ്മയുടെ മനോഭാവം നമ്മെ പഠിപ്പിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ആ കുരിശിൻ ചുവട്ടിലെത്താൻ അമ്മ ആ കുരിശിൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അമ്മയുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ, ഈശോ ജനിച്ച നാൾ മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള നാളുകൾ എണ്ണി നോക്കുമ്പോൾ കുരിശിൻ്റെ കൂടെയുള്ള യാത്രയായിരുന്നു. ഈശോ വലിയൊരു കുരിശായിരുന്നു. അത് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളത് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 34 മുതലുള്ള തിരുവചനോടെ കാണുന്നുണ്ട്. ശിമയോൻ ഈശോയെ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് പറഞ്ഞാൽ ഈശോ ജനിച്ച നാൾ മുതൽ ഇവനൊരു വലിയ കുരിശാണെന്നുള്ള ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ഇവൻ പലരുടെയും വീഴ്ചയ്ക്ക് കാരണമാകും, പലരുടെയും ഉയർച്ചയ്ക്ക് കാരണമാകും. വളരെയധികം മാനസിക സംഘർഷങ്ങളുടെ കടന്നു പോകുന്ന നാളുകളിലും അമ്മയത് ഉള്ളുകൊണ്ട് തിരിച്ചറിഞ്ഞു. ഒന്നിനോടും പ്രതിത്വരിക്കാതെ, ഒന്നിനോടും ബഹളം വെച്ച് നടക്കാതെ, ഒന്നിനോടും കയർക്കാതെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പഠിച്ചു. ഇവനൊരു കുരിശാണ്. നസറായ യേശു രക്ഷയുടെ അടയാളമാകുന്ന കുരിശായി മാറുമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ആ കുരിശിൻ്റെ പിന്നാലെയുള്ള യാത്രയായിരുന്നു പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുക. ജീവനുള്ള കർത്താവായ യേശു മിശിഹ തൻ്റെ തിരുശരീര രക്തങ്ങളായി തീരുന്ന ആ അന്ത്യത്താഴ നിമിഷങ്ങളിലെ ആ കുർബാനയുടെ സമർപ്പണത്തിലൂടെ, അവതരണത്തിലൂടെ പഠിപ്പിച്ച ഏറ്റവും വലിയ രഹസ്യം ഈ രക്ഷാകര കുരിശായി മാറാനായി സമയമെടുത്തു എന്ന രക്ഷയുടെ അടയാളമാകുന്ന കുരിശാകാൻ ഈശോ തയ്യാറാകുന്ന വഴികളായിരുന്നു തൻ്റെ ജീവിതമെന്ന്
പഠിപ്പിക്കുകയായിരുന്നു. ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ നടന്നവൾ പരിശുദ്ധ അമ്മ. ഈശോയെ പൊന്നുപോലെ സ്നേഹിച്ച് മാറോട് ചേർത്ത് പിടിച്ച് ആ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ കുരിശായിരുന്നു തൻ്റെ മാറിൽ കിടന്നതെന്ന് തിരിച്ചറിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. കുരിശിനെ മാറോട് ചേർക്കാനും കുരിശിനെ പിൻചെല്ലുവാനും കുരിശിൻ ചുവട്ടിലെത്തിച്ചേരാനും ഭാഗ്യം ലഭിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതാണ് നമ്മൾ ഇന്നത്തെ 8ാം ദിനമായി ഇന്ന് ധ്യാനിക്കേണ്ടത്. പരിശുദ്ധ അമ്മ സ്നേഹിച്ചത് ഈശോയെയാണെങ്കിൽ ആ ഈശോ കുരിശായിരുന്നു. കുരിശ് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടായിരുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, തകർച്ചകൾ എല്ലാം കൊണ്ടും നിറഞ്ഞിരുന്ന അപമാനകരമായ ജീവിതം, ഇതെല്ലാം കൊണ്ടും നിറഞ്ഞ ആ തിക്താനുഭവങ്ങളുടെ ആ വലിയ കൂടാരമായിരുന്നു പരിശുദ്ധ അമ്മ. അതാണ് കുരിശ്. നസറായ യേശു ജനിച്ച നാൾ മുതൽ ഗാഗുൽത്താമലയുടെ വിരിമാറിൽ മരണം കാണുന്നിടം വരെ പരിശുദ്ധ അമ്മ അനുധാവനം ചെയ്ത ആ രക്ഷാകര രഹസ്യത്തിൽ, ആ പീഠാസനത്തിന്റെ യാത്രയിൽ ഈശോയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഈശോ സഹിച്ച വേദനയെല്ലാം അമ്മ ഹൃദയത്തിൽ കൊണ്ടു നടന്നു. ഒന്നും ആരുടെ മുമ്പിൽ വിളമ്പി വെച്ച് പുലഭ്യമില്ല, പുലഭ്യം പറഞ്ഞ് നടന്നില്ല. ഇതാണ് രക്ഷകന്റെ അമ്മയുടെ അടയാളം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ പാഠമാകണം. നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും കണ്ണീരും സങ്കടങ്ങളും വലിയ തർക്കങ്ങളും വലിയ ദുരന്തങ്ങളും വരുമ്പോൾ പതറാതെ പിടിച്ചു നിൽക്കാനുള്ള ആത്മബലത്തിന്റെ രക്ഷാകര കുരിശാകുന്ന കർത്താവിനെ നോക്കി യാത്ര ചെയ്യാനുള്ള ആ വലിയ ആത്മധൈര്യം നമുക്ക് വേണം. ആ ശക്തി അവോളം ആവാഹിച്ചവളാണ് പരിശുദ്ധ മാതാവ്. കുരിശിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവൾ, ഇരുതല വാളുള്ള വാളിൻ്റെ ശക്തിയോടെയുള്ള മുറിവ് ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടും അവരുടെയും മുമ്പിൽ പരിഭവം ഒന്നും പറയുന്നില്ല. ആരുടെയും മുമ്പിൽ പരിഭവം പറയുന്നില്ല. ഇരുതല വാൾ പോലെയുള്ള വാൾ കടന്നു പോയവളാ അവളുടെ ജീവിതം. അതായിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, പല അമ്മമാരും പല ചേട്ടായിമാരും അച്ചായമാരും പറയാറില്ലേ, ജീവിതത്തിൽ ഞാൻ സഹിച്ചതുപോലെ സങ്കടങ്ങൾ ആരും സഹിച്ചിട്ടില്ല അച്ഛാ. ജീവിതത്തിൽ ഞാൻ സഹിച്ചതുപോലെ കണ്ണീര് കുടിച്ചതുപോലെ ആരും കണ്ണീര് കുടിച്ചിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടതുപോലെ ആരും കഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചതുപോലെ ആരും ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം കണ്ടു വളർന്നവനാണ്. ഞാൻ പട്ടിണി കടന്ന് വളർന്നവനാണ്. ഞാൻ ദുരിതം അനുഭവിച്ച് വളർന്നതാണ്. ഞാൻ ബുദ്ധിമുട്ടി ജീവിച്ചതാണ്. ഞാൻ തഴയപ്പെട്ട് പുറത്തെറിയപ്പെട്ട ജീവിതമാണെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അമ്മ മാതാവ് അതൊരിക്കലും പറയുന്നില്ല. പരിശുദ്ധ കന്യക മറിയം ഈ വിധത്തിൽ ആരുടെയും മുമ്പിൽ ഇത് പറയുന്നില്ല. അവൾ കേൾക്കേണ്ടി വന്ന സഹനം, അവൾ കേൾക്കേണ്ടി വന്ന വളരെ നിന്ദ്യമായ വചസ്സുകൾ ഒന്നും അവൾ ആരോടും പറയുന്നില്ല. ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ദൈവത്തെ നോക്കി, അവൾ ദൈവത്തിൽ ആശ്രയിച്ചു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്നുവെന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 46-ാമത്തെ തിരുവചനം മുതൽ മുന്നോട്ട് വായിക്കുന്ന സ്തോത്രഗീതം പാടി അവൾ ദൈവത്തെ ആരാധിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഇനിയുള്ള ദിവസങ്ങളും ഒന്ന് ഓർക്കണം. നിന്റെ ദുഃഖവും നിന്റെ സങ്കടവുമൊക്കെ നിന്റെ ദുരിതമൊക്കെ ദൈവത്തിൻ്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവന്ന് സമർപ്പിച്ച് അവൻ്റെ മുഖത്തേക്കൊന്ന് തലയുയർത്തിക്കേ. അവൻ്റെ സന്നിധിയിലേക്ക് നിന്റെ കണ്ണുകളൊന്ന് ഉയർത്തിക്കേ. അവൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ഭാരമൊന്ന് കൊടുത്തേ. പരിശുദ്ധ അമ്മയുടെ ആ മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരും. അങ്ങനെയാണെങ്കിൽ നാമും പതുക്കെ 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 ആ കുരിശിൻ്റെ അരികിലേക്ക് വന്ന് അണയും. അങ്ങനെ കുരിശിൻ്റെ അരികിൽ വന്ന് അണഞ്ഞാൽ നീ രക്ഷ കാണും. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് യഥാർത്ഥ അമ്മയുടെ ജീവിതത്തിലേക്ക് നിന്റെ സ്ത്രീത്വം വളരും. യഥാർത്ഥ മകന്റെ സ്ഥാനത്തേക്ക് നിന്റെ പുരുഷത്വം ഉയരും. ഇതാണ് ഇന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. നീ യഥാർത്ഥ അമ്മയായി മാറണം. നീ വെറുമൊരു സ്ത്രീയായി ജീവിക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഒരു അമ്മയല്ല. നീ വെറുമൊരു പുരുഷനായി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന, കുറെ കുഞ്ഞുങ്ങളുടെ അപ്പനായി ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല.
അതിനേക്കാൾ അപ്പുറത്തേക്ക് ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്ന, ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു അമ്മയായി, ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു അപ്പനായി ജീവിക്കാൻ സാധിക്കണം. അതിന് 8 നോമ്പിൽ അമ്മയുടെ മനോഭാവങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ.